നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുശീലേച്ചിക്ക് പകരം അനുപമയെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് കേട്ടല്ലോ ചേച്ചി, ശരിയാണോ? ആ സ്ത്രീ എന്റെ അവസരം ഇല്ലാതാക്കാൻ വേണ്ടി അനുപമയെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് നിർത്തിയതല്ലേ? അല്ല, ദയക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? അവക്കിനി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? തെരഞ്ഞെടുപ്പിൽ ജയിച്ച അവിടെ ചേച്ചി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എന്റെ ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും എനിക്ക് ഒരുപോലെയാ. പിന്നെ സുശീലാന്റിയേക്കാൾ യോഗ്യത ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എന്തായാലും അനുചേച്ചിക്കുണ്ട്, അല്ലേ വാസനേച്ചി? ആ, അത് ഞങ്ങളൊക്കെ ആദ്യമേ അംഗീകരിച്ചതായിരുന്നല്ലോ. ഒരു യോഗ്യതയും ഇല്ലാത്ത സുശീലേച്ചിയെ നിർത്തിയതിലേ എനിക്കും പരാതിയുള്ളൂ. അതെ, അവരുടെ അധികാരമോഹത്തിന് ഒരാട്ടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങിയ അനുപമ ഇപ്പൊ മത്സരിക്കുന്നത്. നാളെ അനുപമ സുശീലേച്ചിയുടെ ചരടിൽ ചലിക്കുന്ന പാവയായി പോവോന്നാ എനിക്ക് സംശയം. എങ്കിൽ അനുചേച്ചിയെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പൊളിച്ചെടുക്കും. സുശീലാന്റി ആയിട്ടെ എന്റെ ചേച്ചി ഒരു ബന്ധവും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിൽ നീ ആദ്യം അനുപമയെ മത്സരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അനുപമ മത്സരിക്കുന്നെങ്കിലേ പ്രചരണത്തിനിറങ്ങുന്നത് സുശീലേച്ചി ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണേ. സുശീലേച്ചി ഒഴിവാക്കിയ പോലെ പാർട്ടിക്കാരെ അനുപമയെ ഒഴിവാക്കില്ലേച്ചി. കാരണം അനുപമ മത്സരിച്ചാലേ വാർഡില് വിജയം ഉറപ്പാ. അതെ, അനുചേച്ചി ജയിച്ച ശേഷം സുശീലാന്റിക്ക് വേണ്ടി എന്തെങ്കിലും അഴിമതി നടത്തിയാൽ മാത്രം നമ്മൾ പ്രതികരിച്ചാ മതി. അങ്ങനെയൊന്നും ചേച്ചി ഒരിക്കലും ചെയ്യില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. ആ, നിന്റെ സ്വന്തം ചേച്ചിയെ കുറിച്ച് നീ അങ്ങനെയല്ലേ പറയൂ? സത്യത്തിൽ നീ സുശീലേച്ചിക്കെതിരെ പോസ്റ്റ് ഇട്ടതേ അനുപമയെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണോ ദയേ? അല്ല, ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ, അതുകൊണ്ട് ചോദിച്ചു പോയതാണേ. വാസന്തി ചേച്ചിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ വിഷമോ? എനിക്കിപ്പോ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? സുശീലാന്റിയോ? കേറിവാ. എന്താ രണ്ടാളും കൂടി? സീറ്റ് നഷ്ടപ്പെട്ടതിന് ദയോട് ചോദിക്കാൻ വന്നാണോ? അയ്യോ, സുശീലയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ശബരി. ഞാൻ മത്സരിച്ചില്ലേലും എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മത്സരിക്കാനുണ്ടല്ലോ, എനിക്കത് മതി. ഞങ്ങള് വന്നതേ ദയയും വാസന്തിയെയും അനുപമയുടെ പ്രചരണത്തിന് ഇറങ്ങാൻ ക്ഷണിക്കാൻ വേണ്ടിയാ. ആണോ? വാൻഡി വാ. ഓ, വാ സുമാരി വാ. വാൻഡി ഇരിക്കി. ആ, വാ സുമാരി. ആ, നമസ്കാരം രാമനാഥ സാറേ. നമസ്കാരം. ആ, ഇത് സുകുമാരി, പാർട്ടിയിലുള്ളതാ. ഇരിക്കാൻഡി. ആ, പിന്നെ വാസന്തി സുകുമാരിയും ഒക്കെ പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാ. എന്താണാവോ പ്രത്യേകിച്ച്? ഇവര് ദയയും വാസന്തി ചേച്ചിയും പ്രചരണത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നുവച്ചാ. വാസന്തി പാർട്ടിയിലുള്ളതാണല്ലോ. ദയ പോകാൻ തയ്യാറാവോ ശബരി? എനിക്കറിയില്ല അച്ഛാ. ഇവര് ചോദിച്ചിട്ട് പോവാണെങ്കിൽ പോയിക്കോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടല്ലോ. അത് ശരിയാ, നമ്മളാരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തണ്ടല്ലോ. അതെ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക, ഞങ്ങള് മാറിത്തരണമെങ്കിൽ മാറിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട. ആ, സുകുമാരി, നിന്നെ പാർട്ടി ഏൽപ്പിച്ച കാര്യം നീ വാസന്തിയോട് പറ. വാസന്തി, ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാതിരുന്നതിന് പാർട്ടി വിശദീകരണം ചോദിച്ചിരിക്കുക. വനിതാ വിഭാഗത്തെ പ്രചരണ രംഗത്ത് ഇറക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് വാസന്തിയല്ലേ? അതിന് ഞാനെപ്പോഴും പാർട്ടി ഓഫീസിൽ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുക്കട്ടെ, എന്നിട്ട് പ്രചരണത്തിന് ഇറങ്ങിയാ പോരെ? ഇനി സ്ഥാനാർത്ഥിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല വാസന്തി. അതുകൊണ്ട്
അനുപമയ്ക്ക് വേണ്ടി ഇപ്പോഴേ പ്രചാരണം തുടങ്ങിക്കോളാൻ പറഞ്ഞിരിക്കുക പ്രസിഡന്റ്. ആ. ആഹാ. വാസന്തി തന്നെ മുന്നിൽ നിന്ന് പ്രചരണം നയിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ദയും ചേച്ചിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങണം. അല്ല, അനുപമയ്ക്ക് സീറ്റ് കിട്ടാൻ കാരണം പോലും ദയാണല്ലോ. ഞാൻ അനുചേച്ചിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. യോഗ്യതയില്ലാത്തവര് അങ്ങനെ ഒരു സീറ്റിൽ എത്താതിരിക്കാനാ ചെയ്തിട്ടുള്ളത്. ആയിക്കോട്ടെ. നിന്റെ ചേച്ചി എനിക്കുണ്ടാക്കി തന്ന യോഗ്യത നീ അങ്ങ് ഇല്ലാതാക്കി. ഓ, ഞാൻ അത്രേ അതിനെ കരുതുന്നുള്ളൂ. ആ, എന്നെ പോലെ ചിന്തിക്കാനേ നിനക്കും കഴിയണം. നിന്റെ ചേച്ചിയെ നീ ജയിപ്പിക്കണം. അത് പറയാനും കൂടിയാ ഞങ്ങളിപ്പോ വന്നത്. അത് നീ ചെയ്യണതേ. അനുപമ ഈ ഇലക്ഷനിൽ ജയിച്ചില്ലെങ്കിൽ നീ സുശീലയ്ക്ക് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയതിന് ഒരർത്ഥവും ഇല്ലാതായി പോകും. അല്ലേ ശൗരി? അതെ അതെ അതെ. അല്ല, നിന്റെ മികവേ അതിലും കൂടി ഒന്ന് കാണിക്കുന്നതേ. അതല്ല, എന്നെ പുകഴ്ത്തിപ്പാടിയ അനുപമയെ വിജയിപ്പിക്കരുതെന്നും പറഞ്ഞ് നീ വീണ്ടും പോസ്റ്റ് ഇടുവോ? അത് നീ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നിന്റെ ശത്രു ഞാൻ മാത്രമാണല്ലോ. തൽക്കാലം ശത്രുത മറന്ന് നമുക്ക് ഇലക്ഷനിലങ്ങ് ജയിക്കാം. എന്താ? അത് കഴിഞ്ഞ് നമുക്ക് തമ്മിൽ മുട്ടാൻ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടാവും ദയേ. ആയിക്കോട്ടെ, അതിലൊന്നും ദയ പിന്നോട്ടല്ല. പിന്നെ പ്രചരണത്തിന് ഇറങ്ങണമെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി വാസന്തിയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കൂ സുമാരി. വാസന്തി, നാളെ മുതൽ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പ്രസിഡന്റിനോട് ഞാൻ പറയട്ടെ? അതോ വാസന്തി നേരിട്ട് പാർട്ടിക്ക് വിശദീകരണം കൊടുക്കുവോ? വേണ്ട, ഞാൻ നാളെ മുതൽ ഇറങ്ങിക്കൊള്ളാം. എന്നാ പിന്നെ ശരി, നമുക്കിറങ്ങാം സുമാരി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ രാമനാഥ് സാറേ. അയ്യോ, ഒന്നും കഴിക്കാതെ. അയ്യോ, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേറെ ഒന്നിനടുത്ത് കയറാനുണ്ട്. അപ്പൊ ശബരി, ഓക്കെ, പോയിട്ട് വരാം. വാസന്തി, ഇനി സുശീലാന്റിക്കെതിരെയുള്ള പോസ്റ്റ് നീ പിൻവലിക്കോ? ഇല്ല, അവര് വീണ്ടും എന്നോട് അംഗം കുറിച്ചിരിക്കല്ലേ. അവരെ തുറന്നു കാട്ടാനുള്ള ഏത് അവസരവും ഞാൻ ഇനി ഉപയോഗപ്പെടുത്തും. അതെ, അതിന്റെ പേരിൽ അനുചേച്ചി തോറ്റാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഈ പട്ടിയുടെ വാല് കൊടലിലിട്ട് നിവർത്താൻ ശ്രമിച്ച അത് നിവരത്തില്ല ശബരി. ഐക്യത്തിന് ഇന്ത്യയുടെ സഖ്യം.